അമൃതാഞ്ജനം എന്നെ അനുഗ്രഹിക്കണം. അമൃതാഞ്ജനം അനുഗ്രഹിക്കുമല്ലോ, നെറ്റിട്ടേക്കും. അന്തർജനമെന്നാണോ ഉദ്ദേശിച്ചേ? ആ, ഒറ്റ നോട്ടത്തിൽ കണ്ട കാവിലെ ഭഗവതിയെ പോലിരിക്കുന്നു. ഒറ്റ എനിക്ക് കണ്ണു കാണത്തില്ലയോ? നീ കുന്നിക്കൂറിനകത്ത് നവ്യനാരാണോ അതോ നന്ദനത്തിലെ നവ്യനാര? ചന്ദ്രനിലോട്ട് വിടല്ലേ. എന്റെ മനുവേട്ടനും ഗുരുവായൂരപ്പനും ഒരുപോലെ. എന്താ ബലമണി, നിന്റെ മനുവേട്ടനും മയിൽപ്പീലിയും ഉടക്കൂലും ഉണ്ടോ? അതല്ല, എന്റെ മനുവേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമാ ഞാൻ മോഹിനിയാട്ടം കളിക്കണമെന്ന്. ഇതെന്നെ ആട്ടവോ? ഇതിനെക്കാട്ടി വരെയുള്ള മയിലാട്ടവോ? ടീച്ചറെ എന്റെ മനുവേട്ടനെ കൂടി മോഹിനിയാട്ടം പഠിപ്പിക്കാവോ? നിന്റെ മനുവേട്ടനെ മോഹിനിയാട്ടം പഠിപ്പിക്കാനോ? എന്റെ കൊച്ചെ, മോഹിനിയാട്ടമേ ഉള്ളൂ, മോഹനനാട്ടം ഇല്ല. ആര് പറഞ്ഞു? നിന്റെ അമ്മ മോഹനൻ രണ്ടെണ്ണം അടിച്ച ഉടുമുണ്ട് ഒരു തല കെട്ടി നിന്നാടും. എന്താ പറഞ്ഞാലും ഞാൻ വെളുത്തവരെ മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. കറുപ്പ് എനിക്ക് അലർജിയാ. അപ്പോഴേ ഈ മുഴി ഡൈ ചെയ്യുമ്പോ അലർജി ഒന്നും ഇല്ലയോ? ആരെങ്കിലും ഡൈ ചെയ്യുവോ കൊച്ചേ? നിനക്കറിയാമയ്യാട്ടാ, കറുപ്പിനോടുള്ള വെറുപ്പ് കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ കറുത്ത പേന കൊണ്ട് എഴുതത്തില്ലായിരുന്നു. എന്നാൽ എഴുത്തും വായന അറിയത്തില്ലെന്ന് പറയല്ലേ? അയ്യേ, ഈ തമ്പുരാട്ടി എന്താ ഇങ്ങനെ? അതറിയണമെങ്കിൽ ആദ്യം ഈ മനയെ കുറിച്ച് അറിയണം. പണ്ട് ഈ ഭാനുമതിയുടെ അമ്മുമ്മ തട്ടുമ്പുറത്തിരിക്കുന്ന ചാത്തനെ തിളയ്ക്കാൻ വന്നപ്പം ചാത്തൻ വാ തുറന്നിട്ട് പറഞ്ഞു, എന്റെ വായിക്കാ തണ്ടിപ്പരിപ്പുണ്ടെന്ന്. ചാത്തന്റെ വായല അണ്ടിപ്പരിപ്പ്, നിന്റെ വായ നട്ട. പൊതിമൂത്തമ്മൂമ്മ ചാത്തന്റെ വായുടെ അടുത്തോട്ട് ചെന്നതും നൂഡിൽസ് വലിച്ചു കയറ്റുന്നതോടെ ചാത്തൻ അമ്മൂമ്മ അങ്ങ് വലിച്ചു കയറ്റി. എന്നാലും ഞാനിതല്ല ആലോചിക്കുന്നേ, ഈ കടുകുമണി പോലിരിക്കുന്ന പോറ്റിയെ തമ്പുരാട്ടി അങ്ങനെ കല്യാണം കഴിച്ച്. എടി കൊച്ചേ, ഇങ്ങാർക്ക് പൊട്ടക്കാട്ട പൊക്കം ഉണ്ടായിരുന്നു. എന്റെ അമ്മ പ്രായം പറയാനുള്ള മരുന്ന് തന്നെ, പക്ഷേ കുറഞ്ഞ എന്റെ നീളമായി പോയി, കണക്കായിപ്പോയി. ഇപ്പഴാ ആലോചിക്കുന്നത് ആ മരുന്ന് ഈ ഭാനുമതിക്ക് കൊടുത്താ മതിയായിരുന്നു. എന്തോത്തിന്? അവനെങ്കിലും അവളുടെ നാക്കിന്റെ നീളം ഒന്ന് കുറഞ്ഞേനെ. അത് ശരിയാ. എടി കൊച്ചേ, നിനക്കറിയാവോ, ഞങ്ങളുടെ അമ്മ അപ്പൂപ്പനെ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുമായിരുന്നു. അത്രയ്ക്ക് ഭയങ്കരനായിരുന്നോ? പക്ഷെ ഒരു ദിവസം വിളിച്ച നമ്പർ മാറിപ്പോയി. വന്നത് അനാക്കോണ്ട അപ്പൂപ്പനെ പ്ലം കേക്ക് വിഴുങ്ങുന്നല്ലോ വിഴുങ്ങും. ഞങ്ങളൊന്നും നോക്കുമ്പോഴേ വെല്ലിമ്മമാരുടെ മടിയിൽ മുടുക്കാൻ പോലെ ഇരിക്കുന്നതിനോട്ട് അനാക്കോണ്ടയുടെ വയലിൽ അപ്പൂപ്പൻ കിടക്കുന്നു. പിന്നെ എന്താ ചെയ്ത്? അപ്പൂപ്പന്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു, സ്വയം സിസേറിൻ ചെയ്ത് പത്തിയാടി. അന്ന് പോലെ നാട്ടുകാർ അപ്പൂപ്പനെ വിളിക്കുന്നത് അനാക്കോണ്ടയുടെ മോനെന്നായിരുന്നു. ഇപ്പൊ അനാക്കോണ്ടയുടെ മോൻ എങ്ങനെ ഉണ്ട്? ചെറിയൊരു അനക്കം ഉണ്ട്. കടുകുമണി, ഇത് പ്രമേഹമാ. പ്രമേഹമല്ല, ഭ്രമയുഗം. പ്രമേഹം ഷുഗർ കൂടിയതാണ്. എന്നാ ഗുളികണ്ടേ കൊടുക്ക്. ഇപ്പൊ തരാവേ, തുറക്കട്ടെ. കൊണ്ടുപാടോ. ഈ ഗുളിക അങ്ങോട്ട് കഴിച്ചോ, ഈ ഗുളിക കൂടെ കഴിച്ചോ. കറുപ്പാ, എനിക്ക് വേണ്ട.